കാലത്ത് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ താരജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത്. വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി. പ്രണയിച്ച് വിവാഹിതരായ ഇരുവരും 14 വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത്. മഞ്ജുവുമായുള്ള വിവാഹമോചന ശേഷം ദിലീപ് കാവ്യാമാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. മഞ്ജു വാര്യർ ഭാര്യയായിരിക്കെ ദിലീപും കാവ്യാമാധവനും തമ്മിൽ അടുപ്പത്തിലാണെന്ന കഥ പ്രചരിച്ചിരുന്നു. എന്നും ഇക്കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണ് താരങ്ങൾ ശ്രമിച്ചത്. പിന്നീട് മഞ്ജുവുമായി വേർപിരിഞ്ഞ ശേഷം ദിലീപ് കാവ്യ വിവാഹം കഴിക്കുകയും ചെയ്തു. 2015 പരസ്പര സമ്മതത്തോടെ നിയമപരമായി ഇരുവരും വേർപിരിഞ്ഞത്. വേർപിരിയലിന് പിന്നാലെ അതിന്റെ കാരണങ്ങളോ തർക്കങ്ങളോ ഒന്നും ഇവർ തമ്മിൽ പരസ്യമായി ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും അധികം ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാറുമില്ല. അഭിമുഖങ്ങളിൽ പോലും തങ്ങളുടെ കുടുംബകാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാറാണ് പതിവ്. ദിലീപ് മഞ്ജുവിനെ കുറിച്ചോ മഞ്ജു ദിലീപിനെ കുറിച്ചോ സംസാരിക്കാറില്ല. എന്നാൽ ദിലീപിന്റെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകൾക്കും കാരണം മഞ്ജു വാര്യർ ആണെന്നാണ് ഇപ്പോൾ ഒരുപക്ഷം ആരാധകർ അഭിപ്രായപ്പെടുന്നത്. അടുത്തിടെ വിവാഹമോചനത്തിന് ശേഷം ദിലീപ് ആദ്യമായി മഞ്ജുവിനെ കുറിച്ച് മനസ്സ് തുറന്നിരുന്നു. ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു ദിലീപ് ഇക്കാര്യം പറഞ്ഞത്. ഈ വീഡിയോ ആവട്ടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു. മഞ്ജുവിനെ ഷൊർണൂർ ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് ആദ്യമായി കാണുന്നത്. ലോഹി സാറാണ് മഞ്ജുവിനെ കൊണ്ടുവരുന്നത്. മഞ്ജുവിനെ ഒറ്റയ്ക്ക് കണ്ടാൽ നല്ല പൊക്കമൊക്കെ തോന്നുമല്ലോ, അതുകൊണ്ട് അറിയാത്ത മട്ടിൽ ലോഹി സാർ മഞ്ജുവിനെ എന്റെ അടുത്ത് നിർത്തിച്ചു. സാർ എനിക്ക് പൊക്കമുണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അന്ന് തൊട്ടാണ് ഞങ്ങൾ സുഹൃത്തുക്കളായത് എന്നാണ് ദിലീപ് പറയുന്നത്. നിരവധി പേരാണ് ദിലീപ് മഞ്ജുവിനെ ആദ്യമായി കണ്ട അനുഭവങ്ങൾ വിവരിച്ച് വീഡിയോ ഷെയർ ചെയ്തത്. അതിൽ ഭൂരിഭാഗവും ദിലീപിനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു. മഞ്ജു വാര്യരുടെ പേര് പറയാൻ പോലും ദിലീപിന് യോഗ്യതയില്ലെന്നാണ് കമന്റുകളിലേറെയും. ആ പേരിപ്പോൾ ഒരു പേടി സ്വപ്നമായെന്നാണ് ചില കമന്റുകൾ. സ്വന്തം ജീവിതത്തോട് പോലും സത്യസന്ധത പുലർത്താത്ത താൻ വെറുമൊരു നാടക നടൻ മാത്രമാണെന്നാണ് മറ്റൊരു കമന്റ്. നടി ആക്രമിക്കപ്പെട്ട കേസടക്കം ചൂണ്ടിക്കാട്ടിയുള്ള വിമർശനങ്ങളുമുണ്ട്. ഇപ്പോഴത്തെ ഒരു കൂട്ടം ആരാധകർ മഞ്ജു വാര്യർ ആയിരുന്നു ദിലീപിന്റെ ഭാഗ്യമെന്ന് സമർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി അവർ ധാരാളം തെളിവുകളും നിരത്തുന്നുണ്ട്. മഞ്ജുവിനെ വിവാഹം ചെയ്ത ശേഷം ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത ദിലീപ് നിർമ്മാതാവായും നടനായും ഒക്കെ വമ്പൻ ഹിറ്റുകളായിരുന്നു മലയാള സിനിമയിൽ സമ്മാനിച്ചു വന്നിരുന്നത്. ഇതിനിടെ ജനപ്രിയ നായകൻ എന്ന പട്ടവും താരത്തിന് കുടുംബ പ്രേക്ഷകർ ചാർത്തി നൽകി. ഇതൊക്കെ മഞ്ജു കൊണ്ടുവന്ന ഭാഗ്യമാണെന്നാണ് നിരവധി പേർ ദിലീപിന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്നത്. കാവ്യയല്ല മഞ്ജുവാണ് ഭാഗ്യമെന്നും ചിലർ പറഞ്ഞു വെക്കുന്നുണ്ട്. കൂടാതെ തൃക്കേട്ടക്കാരിയായ മഞ്ജു വാര്യരെ നഷ്ടപ്പെടുത്തിയ ദിലീപ് മണ്ടത്തരമാണ് കാണിച്ചതെന്നാണ് ചിലർ പറയുന്നത്. മഞ്ജു പോയതോടെ ദിലീപിന്റെ രാശി ആകെ മാറി മറിഞ്ഞുവെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. ചിലരാകട്ടെ ദിലീപിന് മഞ്ജുവിനെ മറക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അഭിമുഖങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യം പറയുന്നതെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു.